അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം വാൽമീകി ആശ്രമ പ്രവേശം ഭാഗം 1. പ്രഭാതത്തിൽ ഉണർന്നു രാമാദികൾ മുനികുമാരന്മാരോടുകൂടി കാളിന്തി കടന്നു. താപസർ നിർദ്ദേശിച്ച വഴിയെ ചിത്രകൂട ഗിരി എത്തി. താപസരാൽ ധന്യമായ സ്ഥലം. മുനിമാർ രാമാദികളെ കണ്ട് നമസ്കരിച്ചു. മനോഹരമായ കാഴ്ചകൾ കണ്ട് രസിച്ച് നടന്ന് വാൽമീകി സന്നിധിയിലെത്തി. രാമൻ്റെ താപസവേഷം കണ്ട് കണ്ണു നിറഞ്ഞ വാൽമീകി രാമനെ ആലിംഗനം ചെയ്തു. ശേഷം പൂജിച്ച് ഫലമൂലാദി ആഹാരങ്ങളും മറ്റും നൽകി. കാര്യങ്ങൾ ഞാൻ പറയാതെ അങ്ങയ്ക്കറിയാമല്ലോ. ഇവിടെ കുറേ നാൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് രാമൻ അറിയിച്ചു. എല്ലാ ലോകവും അങ്ങയിലാണ് വസിക്കുന്നത്. സർവ്വലോകത്തിലും അങ്ങും വസിക്കുന്നു. ഭേദബുദ്ധിയില്ലാതെ അസൂയ വെടിഞ്ഞ് ആശയില്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലും അങ്ങ് വസിക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടിക്കു ഞാൻ വാസസ്ഥലം കാണിക്കേണ്ടതുണ്ടോ? വിശേഷാൽ ചോദിച്ചതിനാൽ ഒരു സ്ഥലം ഞാൻ പറയാം. ഭഗവൽ മഹത്വങ്ങൾ ഇടതോരാതെ വാൽമീകി വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങയുടെ നാമം ജപിച്ചാണ് ഞാൻ ബ്രഹ്മമുനിയായതും. ഉദ്ധാനവും ചെയ്തുഷസീ മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയേയുമുത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണ ഇന്ദ്രാദിവൃന്ദാരകൈരവിവന്ദിതം ബാണധൂണീരധനുർധരം വിഷ്ടഭക്ത്രാണനിപൂണം ജടാമഗോഡോജ്വലം ജാനകീലക്ഷ്മണോഭേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഢം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യവാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാദനുസാദരം പക്വ മധുര മധുവലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർദ്ധം മുദാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു
താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനി. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി പൊന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. ശാന്തരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാത്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിന്ത്യ വാഴുന്ന ദിവ്യമനസ്തവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രോദ്ഭവ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇതമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം വരം ചിത്ഖനം വേദസ്വരൂപമനന്തമേകം സദാ. വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരം ബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ത്വം
സമസ്താധാരം സർവഗതം പരാത്മാനം അലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാത്മാനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ സന്തതാഭ്യാസ ദൃഢീകൃതചേതസ സന്തതം ത്വൽപാദസേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്ര ജപശുചീ സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിദേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ